ഒരു വ്യക്തമാവേണ്ട ഒരു കാര്യം, ഇന്നലെ രാത്രി ഈ PIB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് അനുസരിച്ചാണെങ്കിൽ പറയുന്നത്, ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയിലെ 15 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം ഉണ്ടായി. ആ ആക്രമണങ്ങളെ ഇന്ത്യ കൃത്യമായി പ്രതിരോധിച്ചു. ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ച് പാകിസ്ഥാനിലേക്ക് അത്തരം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ആ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിന് ഇന്ത്യ മറുപടി നൽകി എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പക്ഷേ ഇന്ത്യയുടെ ഡ്രോണുകൾ പതിക്കുന്നതായിരിക്കണം. മിഥുൻ MG മറ്റു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, കൃത്യമായ ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം എങ്ങനെയായിരുന്നു? ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ തൊട്ടാൽ ഇന്ത്യ തിരിച്ചും സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് പറയുന്നത്. ഇന്നലെ ഇന്ത്യയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ കൃത്യമായി അറിയിച്ചതാണ്, അതൊരു നോൺ എസ്കലേറ്ററി ആയ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു. ആ ഭീകരവാദ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കൽ മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന്. ഇന്നത്തേക്കാവുമ്പോഴേക്ക് അത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുന്നത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് ഇന്ത്യ വിശദീകരിക്കുന്നുണ്ടല്ലോ. ശ്രീജ, തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ദിവസം തന്നെ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ വിദേശ ഉപദേഷ്ടാക്കളുമായി, അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിലെ UAE, ഒപ്പം തന്നെ റഷ്യ, US, ഫ്രാൻസ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയും ഒപ്പം തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനം ഉണ്ടായാൽ അതേ രീതിയിൽ അതേ നാണയത്തിൽ ഇത്തരത്തിൽ വലിയ തിരിച്ചടി നൽകുമെന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഒരു വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം ഇന്ത്യയിലേക്ക് വരുന്നത്. അത് നമുക്ക് ചെറുക്കാനാവുകയും ചെയ്തു. അതിനുള്ള തിരിച്ചടി ഒരു 2.0 എന്ന് തന്നെ നമുക്ക് സിന്ദൂർ 2.0 എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇന്ന് രാവിലെ മുതൽ പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലെയും വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ അതിശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ഇപ്പോൾ നമ്മൾ കാണുന്ന രണ്ട് ദൃശ്യങ്ങൾ, ഒന്ന് ആദ്യ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ സമീപത്ത് കാണുന്നത് റാവൽപിണ്ടി അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്, ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അതിന് സമീപത്താണ് ഒരു അറ്റാക്ക്, ഡ്രോൺ അറ്റാക്ക് നടന്നത്. രണ്ടാമത്തെ സൈഡിൽ കാണുന്ന, രണ്ടാമത്തെ വിൻഡോയിൽ കാണുന്ന ആ ഒരു അറ്റാക്ക്, ആ ഡ്രോൺ അറ്റാക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12:35 ലാഹോറിൽ സംഭവിച്ചതാണ്. അതിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകളായ HQ-9 വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. അത്തരത്തിൽ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടാകുന്നു, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പ്രതിരോധ മന്ത്രാലയങ്ങൾ എന്നുള്ളത് തന്നെയാണ്. മറ്റ് കാഴ്ചകൾ, പാകിസ്ഥാന്റെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള, പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ, അതിന്റെ ദൃശ്യങ്ങളും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. അതെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പല ഭാഗങ്ങളിലും പല മിസൈൽ ലോഞ്ചറുകൾ കേന്ദ്രീകരിച്ച്, വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയത്. അവ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ ലോക്കൽ ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അനുസരിച്ച്, അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് നമുക്ക് വ്യക്തമാണ്. അതായത് ഒരു സൈറൻ മുഴങ്ങുന്നു, ആകാശത്ത് നിന്ന് വലിയ രീതിയിൽ ഒരു ശബ്ദമുണ്ടാകുന്നു, പിന്നീട് പൊടുന്നനെ ഒരു ഡ്രോൺ വന്ന് പതുക്കുകയാണ് ചെയ്തത് എന്നാണ് സമീപവാസികൾ പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പറയുന്നത് അവർ വെടിവെച്ച് വീഴ്ത്തിയതാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള വാദങ്ങൾ, അവകാശവാദങ്ങൾ അവർ നടത്തുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അവ പൊട്ടി വീണത് അല്ലെങ്കിൽ വന്ന് പതിച്ചിരിക്കുന്നതും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ തന്നെയാണ്, വ്യോമ പ്രതിരോധ യൂണിറ്റുകളിലേക്ക് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ വിൻഡോയിൽ കാണുന്നത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകളായ HQ-9 വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകളിലേക്കാണ് ഈ ഡ്രോൺ വന്ന് പതിച്ചത്. അവിടെ കനത്ത നാശനഷ്ടം തന്നെയാണ് ഉണ്ടായത്. ഇതേ രീതിയിൽ, സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ആദ്യ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് അവിടെ പെഷവാർ, ഒപ്പം തന്നെ കറാച്ചി, രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം നടക്കേണ്ട സ്ഥലമായിരുന്നു ഇന്ന്. ആ മത്സരങ്ങളെല്ലാം തന്നെ കറാച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇംഗ്ലീഷ് ക്രിക്കറ്റേഴ്സ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ PSL പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിക്കറ്റേഴ്സ് അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെയും ഒപ്പം തന്നെ ഓരോ ടീമിനെയും അറിയിച്ചിട്ടുണ്ട്, ടീം മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ഉടൻ തന്നെ തിരികെ നാട്ടിലേക്ക് മടങ്ങണം, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു നൽകണം എന്നുള്ള അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ PSL മാച്ച് ഉൾപ്പെടെ ഒരു തരത്തിൽ അവസാനിപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശ്രീജ, പ്രതിരോധം, പ്രത്യാക്രമണം